മീഡിയ വേണ്ടി മൈക്ക് താത്ത് നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മളെ പാർട്ടി അല്ല പാർട്ടി ബന്ധപ്പെട്ടുകൊണ്ട് പല ആശയങ്ങളും നടക്കുന്നുണ്ട്. മാറവിന്റെ അഭിപ്രായമുണ്ട്. കാരണം പലരുടെയും പേര് കേൾക്കുന്നുണ്ട്. അല്ല, കോൺഗ്രസ് ഏത് ആരെ തീരുമാനിക്കുന്നോ അത് ചർച്ച പുറത്തുണ്ടാക്കുന്ന അതൊക്കെ സ്വാഭാവികമായിട്ട് കുറേ അനാവശ്യ ചർച്ചകളാണ്. അതൊന്നും ഒരു കാര്യമില്ല. വളരെ കൃത്യമായി ഏറ്റവും നല്ല മികച്ച വിജയമാണ് 102 സീറ്റിൽ UDF എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പാർട്ടിയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങൾ, രക്തസാക്ഷികളുടെ ഗ്രാമങ്ങൾ, കയ്യൂരും കരിവള്ളൂരും ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ, അവിടെ പാർട്ടിക്ക് അടിപതറി എന്ന് പറയുന്നത് പാർട്ടിക്കാർ മുഴുവൻ കൈപ്പറ്റിക്ക് വോട്ട് ചെയ്തു എന്നാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. അരിവാളും കുട്ടിയും അല്ലാതെ മറ്റൊരു ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, അതാണ്. അങ്ങനത്തെ ആളുകൾ കൈപ്പറ്റിക്കും കോടിക്കും വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് അത്രയേറെ പാർട്ടി വിരുദ്ധത, ഈ ഭരണവിരുദ്ധത, ഈ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള വികാരം വളരെ കൃത്യമായി അണികളിലുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലേക്ക് വന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലത്തിലെല്ലാം വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതേ സ്ഥാനത്ത് LDF ജയിച്ച സീറ്റുകളിലൊക്കെ ചെറിയ ചെറിയ ഭൂരിപക്ഷത്തിലാണ് LDF നാമമാത്രമായി കിട്ടിയ ഒരു സാഹചര്യം. അപ്പോൾ അത്രമാത്രം ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ജനങ്ങൾ എതിരാണ്. പാർട്ടിയുടെ ഇന്നത്തെ പോക്കിനെതിരെ CPM-ലെ അണികൾ തന്നെയാണ് അതിശക്തമായി അതൊക്കെ പാർട്ടി വിരുദ്ധമായ ഒരു കാര്യം ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മറ്റേ സ്പീക്കറായിട്ട് CM-നോട് സാറിന് വിഭജിക്കാൻ താല്പര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിയമസഭാ സമ്മേളനത്തെ വളരെ കുറച്ച് ആളുകൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഈ 5 വർഷവും ഞങ്ങളുടെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ അപ്പുറത്ത് 99 ആളുകൾ നടന്നത് 41 പേർ അപ്പുറത്ത് ആ സമയത്ത് ഇപ്പുറത്തുണ്ടായിരുന്നു. ഇപ്രാവശ്യം 25 പേർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഒരു കാരണവശാലും അവരുടെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ തയ്യാറാകില്ല എന്നുള്ളത് UDF-ന്റെ അവിടെ തന്നെ ജനാധിപത്യപരമായിട്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കാനും അവരുടെ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ഏറ്റവും ശക്തമായ ഭരണം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണമായിരിക്കും UDF-ന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുക. അതിന് UDF ശ്രമിക്കുന്നതിന് ആ സമയത്ത് ഉണ്ടാകുന്ന വിമർശനയൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് തിരുത്തി മുന്നോട്ട് ഏറ്റവും ശക്തമായി സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അടിത്തട്ടിലുള്ള മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. ജീവിത പ്രയാസങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വയ്ക്കാൻ UDF നേതൃത്വം തയ്യാറാകുമെന്ന് തന്നെയാണ്. അത്രയുമൊരു ഭരണമാണ് നാട് ആഗ്രഹിക്കുന്നത്. അതിനാണ് ജനങ്ങൾ കൊടുത്ത ഈ നിലവിൽ ആ തരത്തിൽ നാടിനെ ഭരിക്കാൻ അതുണ്ടാകും ഉറപ്പാണ്. അല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യാനാണ്? പ്രതിപക്ഷ നേതാവായി അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഇതിന്റെ ഈ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയാണ്. പ്രത്യേകിച്ചും പിണറായി പോലുള്ള ഒരു സ്ഥലത്ത് ധർമ്മടം മണ്ഡലത്തിൽ 6 തവണയാണ് ലീഡ് പിറകോട്ട് പോയത്, കുറഞ്ഞത്. അപ്പം അത്തരത്തിൽ ഒരു സത്യത്തിൽ അത് പരാജയപ്പെട്ടതാണ്. വിയർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും അതുപോലെയുള്ളൊരു പാർട്ടി ഗ്രാമത്തിൽ കുലംകുത്തിയായി വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കുലംകുത്തികളെ വിശേഷിപ്പിച്ച് മുന്നോട്ട് പോയ ഒരു ഇരട്ടച്ചങ്കന് വിയർത്ത സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം രാജിവെക്കുന്നത്